ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി പുറപ്പെടുകയും ഊഴം നോക്കി കാത്തിരിക്കുകയും ചെയ്ത മുക്കാലന്മാർക്ക് നല്ല രൂപത്തിൽ ഒരു ടൂള് കിട്ടിയിരിക്കുന്നു. ശിവലിംഗം, അതും പള്ളിമേടയിൽ, പാലായിൽ പോരെ പൂരം കത്തിച്ചു വിട്ടു. വാർത്തകൾ രക്ഷപ്പെട്ടില്ല, പിടിക്കപ്പെട്ടു. കാരണം എന്താണെന്ന് അറിയാമോ? ഇവിടം ശക്തമായിട്ടുള്ള നിയമ സംവിധാനമുള്ള രാജ്യമായതുകൊണ്ട് ആ രൂപത്തിൽ ഇപ്പൊ നമ്മളൊക്കെ സത്യസന്ധമായിട്ടൊരു വാർത്ത ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവര് പറയാം മതസ്പർദ്ധയാ. നമ്മുടെ പേരിൽ വരുന്ന കേസ് മതസ്പർദ്ധ എന്നാണ്. ഇപ്പോ പാലാരൂപതയുടെ കീഴിലുള്ള ഭൂമിയില് കപ്പ കൃഷിക്ക് വേണ്ടി ഭൂമി നിരപ്പാക്കുന്നതിനിടയിലാണ് ശിവലിംഗം കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതായിട്ട് ആരോപിച്ചിട്ടാണ് ഇപ്പോൾ പോലീസിൽ പരാതി കിട്ടിയിരിക്കുന്നത്. കാസ മണ്ഡലം പ്രസിഡന്റ് മാഗി ഡൊമിനിക് പാലാ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ മീഡിയ വൺ ചാനലിനെതിരെയും അതിന്റെ പത്രപ്രവർത്തകരെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഗൂഢനീക്കത്തിന്റെ ഭാഗമാണ് എന്നാണ് ആരോപണം. വാർത്തയ്ക്ക് അടിസ്ഥാനമില്ലാത്ത പ്രചാരണം നൽകിയാണ് വിവാദം സൃഷ്ടിക്കാൻ ശ്രമിച്ചതെന്നും പരാതി വ്യക്തമാക്കുന്നുണ്ട്. പരാതിയിൽ പറയുന്നതിനനുസരിച്ച് ശിവലിംഗം കണ്ടെത്തിയ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും രൂപതാ നേതൃത്വവും 2025 ഫെബ്രുവരി 8 ബിഷപ്പ് ഹൗസിൽ കൂടിയാലോചന നടത്തി. ഹൈന്ദവ ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഇരു വിഭാഗങ്ങളും തീരുമാനിച്ചത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശങ്ങളും അതിനെക്കുറിച്ചുമൊക്കെ രണ്ട് ഭാഗവും വളരെ വ്യക്തമായ രൂപത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ ഒന്നും ആരും ഉന്നയിക്കാതെ തന്നെ നല്ല രൂപത്തിൽ ഇവർ തീരുമാനിക്കുകയും ചില ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില നിലപാടുകൾ കൈക്കൊള്ളുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. എന്നാൽ 2025 ഫെബ്രുവരി 12 മീഡിയ വൺ ചാനലിന്റെ ക്യാമറാമാനും റിപ്പോർട്ടറും സ്ഥലത്തെത്തി. ക്ഷേത്ര ഭാരവാഹികളുടെ അവകാശവാദത്തെ പാലാ ബിഷപ്പ് ഹൗസ് നിഷേധിച്ചു എന്ന തലക്കെട്ടോടുകൂടി വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു. ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ മറ്റ് ചാനലുകളിലൂടെയും വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. പരാതിക്കാരന്റെ ആരോപണ പ്രകാരം ഈ വാർത്ത മനഃപൂർവ്വം ഹൈന്ദവ ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രചരിപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ രണ്ട് സമുദായങ്ങൾ തമ്മിൽ പരസ്പര ആരോപണങ്ങളും അവഹേളനങ്ങളും വ്യാപകമായി. മാധ്യമ ചാനലിന്റെ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ്, ന്യൂസ് എഡിറ്റർ പ്രമോദ് രാമൻ, കോട്ടയം ബ്യൂറോ റിപ്പോർട്ടർ ജോസി, വാർത്ത ഷെയർ ചെയ്ത ആലപ്പുഴ സ്വദേശി അൻസാരി സുഹാരി എന്നിവർക്കെതിരെ മതസ്പർദ്ധ വളർത്തിയതിനും കലാപത്തിലേക്ക് പ്രേരിപ്പിച്ചതിനുമുള്ള നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. പരാതിയോടൊപ്പം മീഡിയ വൺ വാർത്തയുടെ പോസ്റ്റർ, വീഡിയോ, ലിങ്കുകൾ ഷെയർ ചെയ്ത വ്യക്തികളുടെ വിശദാംശങ്ങൾ എന്നിവയും സമർപ്പിച്ചിട്ടുണ്ട്. പാലാ രൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കപ്പ കൃഷിക്കായി JCB ഉപയോഗിച്ച് നിലം ഉഴുതു മറിക്കുന്നതിനിടയിൽ ശിവലിംഗവും സോപാനക്കല്ലും കണ്ടെത്തിയിരുന്നു. ഈ വിവരം അറിയിച്ചപ്പോൾ ക്ഷേത്ര ഭാരവാഹികളും രൂപതാ നേതൃത്വവും തമ്മിൽ കൂടിയാലോചിച്ച് ദേവപ്രശ്നം നടത്താനും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാനുമാണ് തീരുമാനിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൂത്താപ്പാടി ഇല്ലംവക തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്ന പേരുള്ള ഒരു ശിവക്ഷേത്രം ആ ഭൂമിയിൽ ഉണ്ടായിരുന്നതായിട്ടാണ് ചരിത്ര വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഇല്ലം ക്ഷയിച്ചതോടെ ക്ഷേത്രം തകർന്നു വീഴുകയും തുടർന്ന് ആ ഭൂമി പല കൈമാറ്റങ്ങളിലൂടെ പാലാ രൂപതയുടെ ഉടമസ്ഥയിലാകുകയും ചെയ്തു. ശിവലിംഗം ലഭിച്ച വിവരം അടുത്തുള്ള ക്രിസ്ത്യൻ വിശ്വാസികളാണ് ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചത്. ഈ വിവരം കേട്ടറിഞ്ഞ വിശ്വാസികൾ അവിടെ എത്തി ശിവലിംഗത്തെ വണങ്ങുകയും പൂജിക്കുകയും ചെയ്തു. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ശിവലിംഗങ്ങൾ ലഭിക്കുമ്പോൾ ഹൈന്ദവ വിശ്വാസികൾ അതിനെ ആരാധനയോടെ കാണുന്നത് പതിവാണ്. ദേവപ്രശ്നം നടന്ന് ലഭിച്ച വിധിപ്രകാരം ശിവലിംഗം അടുത്തുള്ള ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുമോ അതോ അത് ലഭിച്ച ഭൂമിയിൽ തന്നെ സ്ഥാപിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്ത് അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നാണ് പാലാ രൂപത നേതൃത്വം അറിയിച്ചത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് യാതൊരുവിധ തർക്കങ്ങളും നിലവിലില്ല എന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് സമൂഹത്തിന്റെ വിവിധ ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതികരണമാണ് ഉയർന്നിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ച് ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുകയാണ്. പാലാ രൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം ലഭിച്ചതിന്റെ പേരിൽ മതസ്പർദ്ധ കത്തികരിക്കാനുള്ള ശ്രമം ചില വിഭാഗങ്ങൾ നടത്തുന്നു എന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനെതിരെ പോലീസ് കർശനമായ നടപടി സ്വീകരിക്കണമെന്നും സമാധാനം നിലനിർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തകരും രംഗത്ത് വന്നിട്ടുണ്ട്.
എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വാർത്ത കണ്ടാൽ ഉടനെ തന്നെ രണ്ട് മതവിഭാഗങ്ങളെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഇത്തരം വാർത്തകൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമം കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത്. പാലാ പള്ളിപ്പറമ്പിൽ ശിവലിംഗം കണ്ടെത്തി, ഹിന്ദുക്കൾ അവിടെ എത്തി, രണ്ടു മതവിഭാഗവും തമ്മിൽ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് അവർ മുന്നോട്ട് പോയതിൽ എന്താണ് മുക്കാൽ മണ്ണിന് പ്രശ്നം എന്ന് ചോദിച്ചിട്ടാണ് ഒരുപാട് മാധ്യമങ്ങളിൽ ആളുകൾ പ്രതികരിക്കുന്നത്. കാസയും ചോദിക്കുന്നത് തന്നെയാണ്, മീഡിയ വണ്ണിന് എന്താണ് അതിനകത്ത് പ്രശ്നം? പാലാ രൂപത വകഭൂമിയിൽ നിന്നാണ് ശിവലിംഗം കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ പ്രത്യേകമായി ചില രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടക്കുന്നത്. ഇതിനകത്താണ് കടുത്ത അമർഷം രേഖപ്പെടുത്തി ക്രിസ്ത്യാനികൾ രംഗത്ത് വരുന്നത്. പാലാ രൂപത അത് ചർച്ച ചെയ്യുകയോ വിശദീകരിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ മുൻ SDPI അനുഭാവിയും ഇപ്പോൾ BJP നേതാവുമായി മാറിയ ആളുകളൊക്കെ ഈ വിഷയത്തെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. മുൻ SDPI അനുഭാവി എന്ന് പറയുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം അറിയപ്പെടുന്ന വ്യക്തികളൊക്കെ ഈ വിഷയത്തെ സംബന്ധിച്ച് രണ്ടു കൂട്ടരും തമ്മിലടിക്കുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ചില മത കാഴ്ചപ്പാടുകളും രാഷ്ട്രീയ താല്പര്യങ്ങളുമുണ്ട്. ഇതെല്ലാവർക്കും അറിയാം. അതിന്റെ പേരിൽ തന്നെയാണ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി അജണ്ടകളുമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണല്ലോ ബംഗ്ലാദേശിലും നമ്മൾ കണ്ടത്. ഭൂമി കുഴിച്ചപ്പോൾ അവിടെ നിന്ന് ശിവലിംഗം കിട്ടി. ഈ ശിവലിംഗം കൊണ്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ എന്തെങ്കിലും ഒരു തമ്മിലടി ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ഒരു സമൂഹം മുഴുവൻ ഉറ്റുനോക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. പാലാ രൂപത ഭൂമിയിൽ നിന്ന് ശിവലിംഗം കണ്ടെടുത്താൽ അവിടെ മീഡിയ വൺ ചാനലും ജമാഅത്തെ ഇസ്ലാമിക്കും എന്താണ് കാര്യം? അത് അവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നോക്കും. നിങ്ങൾ തലപ്പുണ്ണാക്കണ്ട. ഒരു തമ്മിലടിക്ക് യാതൊരു സ്കോപ്പുമില്ല. ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ കാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. PC ജോർജ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. പോസ്റ്റ് ഇങ്ങനെയാണ്: പാലാ രൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം മുതലെടുപ്പ് നടത്താൻ മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിക്കാരും കാത്തു നിൽക്കേണ്ടതില്ല. അത് സംബന്ധിച്ച കാര്യങ്ങൾ 3 ദിവസം മുൻപ് തന്നെ സംസാരിച്ച് തീരുമാനമാക്കിയിട്ടുണ്ട്. പാലാ രൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കപ്പ കൃഷിക്കായി JCB ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കുന്നതിനിടെ മണ്ണിനടിയിൽ നിന്ന് ശിവലിംഗവും സോപാനക്കല്ലും കണ്ടെത്തിയിരുന്നു. ഈ സംഭവം നടന്നിട്ട് ഏകദേശം ഒരാഴ്ചയായി. അത് എന്ത് ചെയ്യണം എന്ന് സംഭവിച്ച് 3 ദിവസം മുൻപ് പാലാ രൂപത അധികൃതരും വെള്ളപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് സംസാരിച്ചിട്ട് തീരുമാനത്തിലെത്തിയിരുന്നു. എന്നാൽ ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനൽ ഈ സംഭവം പറഞ്ഞ സ്ഥലത്തെത്തി ക്ഷേത്ര സമിതിയുടെയും അവകാശവാദത്തെ പാലാ രൂപത നേതൃത്വം തള്ളി എന്നൊക്കെ വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്തു എന്നാണ് കാസ ഇപ്പോൾ അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തിന് തുടക്കമിടുകയും മറ്റു മാധ്യമങ്ങൾ അത് എന്തോ ഒരു വലിയ സംഭവം പോലെ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് എന്ന് കാസ പറയുന്നു. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പുത്താപ്പാടി ഇല്ലം വക തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്ന ഭൂമിയാണ് പാലാ രൂപതയുടെ ഇപ്പോഴത്തെ ആ ഭൂമി. ഇല്ലം ക്ഷയിച്ചു, ക്ഷേത്രം തകർച്ചയിലേക്ക് പോയി, തുടർന്ന് അന്യാധീനപ്പെട്ടു. ആ ഭൂമി പല ഉടമകളാൽ കൈമാറ്റം ചെയ്യപ്പെട്ട് ഇപ്പോൾ പാലാ രൂപതയുടെ ഉടമസ്ഥയിലാണുള്ളത്. ഭൂമിയിൽ നിന്നും ശിവലിംഗം ലഭിച്ച കാര്യം സമീപവാസികളായ ക്രൈസ്തവർ തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളെ അറിയിക്കുന്നത്. തുടർന്ന് അവർ സ്ഥലത്തെത്തി കേട്ടറിഞ്ഞ വിശ്വാസികൾ അവിടെ എത്തി ശിവലിംഗത്തെ വണങ്ങുകയും പൂജിക്കുകയും ചെയ്തു. ഇത്തരം വിഗ്രഹങ്ങളും ശിവലിംഗങ്ങളും മണ്ണിൽ നിന്നും പലപ്പോഴും പലയിടത്തും ലഭിക്കാറുണ്ട്. അങ്ങനെ ലഭിക്കുന്ന സമയത്ത് അവയെ ഹൈന്ദവ വിശ്വാസികൾ ആരാധനയോടെ കാണുകയും പൂജിക്കുകയും ചെയ്യുക എന്നത് സ്വാഭാവികമാണ്. അതിനെയാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ എന്തോ വലിയ ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നം പോലെ വളച്ചൊടിച്ചിരിക്കുന്നത് എന്ന് കാസ പറയുന്നു. ഈ സംഭവം വാർത്തയായതോടെ ക്ഷേത്ര ഭാരവാഹികളും പാലാ രൂപത നേതൃത്വവുമായി സംസാരിക്കുകയും ശിവലിംഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് ദൈവപ്രശ്നം നടത്തി അതിലെന്താണോ ലഭിക്കുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാമെന്ന് തീരുമാനമെടുത്തു. ദൈവപ്രശ്ന വിധി പ്രകാരം ആ ശിവലിംഗവും സോപാനക്കല്ലുകളും ഏറ്റെടുത്ത് സമീപത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനാണെങ്കിൽ അങ്ങനെ, അതല്ല ശിവലിംഗം ലഭിച്ച ആ ഭൂമിയിൽ അവിടെ തന്നെ സ്ഥാപിക്കാനാണ് ദൈവപ്രശ്നത്തിൽ തെളിയുന്നതെങ്കിൽ അതുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പാലാ അരമന സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് യാതൊരുവിധ തർക്കങ്ങളുമില്ല എന്ന് പാലാ അരമനയും ക്ഷേത്ര സമിതിയും പോലീസിനെയും റവന്യൂ അധികാരികളെയും അറിയിച്ചിട്ടുണ്ട്. പാലാ അതായത് ഈ രണ്ടു മതവിഭാഗങ്ങളുടെ നേതാക്കളും പരസ്പരം സംസാരിച്ച് അവർക്കിടയിൽ തന്നെ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്ത് അവർ നല്ല രൂപത്തിൽ യോജിച്ച് ഒരു തർക്കം പോലും ഇല്ലാതെ ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പോകുമ്പോൾ ഇവർ തമ്മിലടിച്ച് തല്ലി പിരിയുന്നു, മതസ്പർദ്ധയുണ്ടാക്കുന്ന രൂപത്തിൽ വാർത്തകൾ മെനയേണ്ട കാര്യം എന്താണ്? അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ രാജ്യത്ത് സമാധാനത്തോടു കൂടി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജീവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? നന്ദി.